ചെമ്പനിപ്പ് സീരിയലിൻ്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി വിശേഷങ്ങളാണ്. ഇന്നലത്തെ എപ്പിസോഡ് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഐക്കാർട്ടിൽ കൊടുത്തേക്കാവേ, പിൻ കമൻ്റായിട്ട്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. സച്ചിക്ക് രേവതിക്ക് കിട്ടിയിരിക്കുന്ന ആ 1,00,000 രൂപയുടെ ബോർഡ് ഉണ്ടല്ലോ, അത് അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കുവാണേ. അച്ഛ ഇത് വാങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇതെന്തിനാണ് എനിക്ക് തരുന്നത്? അപ്പോഴേക്കും ഇടയിൽ കയറിയിട്ട് ചന്ദ്രമതി വരുന്നുണ്ട്. 1,00,000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ബോർഡായിട്ടാണല്ലോ വന്നിരിക്കുന്നത്. പണം അവര് അക്കൗണ്ടിലിടുന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. അച്ഛാ പണം അക്കൗണ്ടിൽ കയറിയ ഉടനെ തന്നെ ഞാൻ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുതരാമെന്നും കൂടി സച്ചി പറയുന്നുണ്ട്. ഇത് കേട്ട് രവിയാണെന്നുണ്ടെങ്കിൽ നീ എന്തിനാണ് എനിക്ക് പണം കൊണ്ടു തരുന്നത്? അച്ഛാ പണം കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും അച്ഛന് കൊണ്ടുതരണമെന്ന് ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തതായിരുന്നു എന്ന് രേവതി പറയുകയാണേ. ഞാൻ ഈ പണം വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? അച്ഛൻ്റെ മകൻ ആദ്യമായിട്ട് ഇത്രയും പണം സമ്പാദിച്ചിരിക്കുകയാണ്. ആ പണം അച്ഛൻ്റെ കയ്യിൽ തന്നിട്ട് അച്ഛൻ്റെ ആ സന്തോഷം കാണണം എനിക്ക് അച്ഛാ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞല്ലോ, അത് തന്നെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഈ പണം എന്തായാലും നിങ്ങളുടെ റൂം കെട്ടാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഓ അച്ഛൻ അങ്ങനെയാണോ പറയുന്നത്? അതേടാ, എത്രയും വേഗം തന്നെ റൂം കെട്ടാനുള്ള പണി ആരംഭിക്കാൻ വേണ്ടി നോക്ക്. അതും ശരി തന്നെയാണ്. എന്തായാലും രേവതി, നമുക്ക് ഈ പണം റൂം കെട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. രേവതി, നമ്മൾ ഈ ബോർഡ് മുകളിൽ വെക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നോ? വാ നമുക്ക് അവിടെ പോയിട്ട് വെക്കാന്ന് പറയുമ്പോൾ അതിന് സച്ചിയേട്ടാ നമ്മൾ റൂം കെട്ടിയില്ലല്ലോ, ചുമ്മാ നമുക്ക് വെച്ചിട്ട് നോക്കാം, നീ വാ രേവതി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ സച്ചി രേവതിയും കൂടി ടെറസിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അവരങ്ങ് പോയി കഴിയുമ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 1,00,000 രൂപ കിട്ടിയതിന്റെ സന്തോഷത്തിലാണല്ലോ. ആ സന്തോഷം അച്ഛന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടൊക്കെ ഇത്ര പറഞ്ഞു നടക്കാൻ എന്തിരിക്കുന്നു എന്ന് കുശുമ്പോട് കൂടിയിട്ട് ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞത് നീ കേട്ടായിരുന്നോ ചന്ദ്രേ? ആ 1,00,000 രൂപ എൻ്റെ കയ്യിൽ തന്നിട്ട് എൻ്റെ മുഖത്തുള്ള സന്തോഷം കാണണം എന്നുള്ള കാര്യം പറഞ്ഞത് അതാണ് സച്ചി. ഇതേ സ്ഥാനത്ത് സുധിയായിരുന്നെങ്കിൽ ആ പണം വീട്ടിലേക്ക് തന്നെ വരില്ല. അതും പറഞ്ഞ് രവി അങ്ങ് പോവാണേ. അപ്പോഴും ചന്ദ്ര അവിടെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. ചന്ദ്രയ്ക്ക് അരികിലേക്ക് സുധി വന്നിട്ട്, അമ്മേ ഒരു ചോദ്യത്തിന് വേറെ രീതിയിലായിരുന്നു ഉത്തരം പറയേണ്ടിരുന്നത്, എനിക്ക് ഇപ്പോഴേ തോന്നി. അല്ലെങ്കിലും നിനക്കെല്ലാം ലേറ്റ് ആയിട്ട് തന്നെയല്ലേ തോന്നുള്ളൂ. ഇനി എന്ത് പറഞ്ഞിട്ടും തോന്നിയിട്ടും എന്താണ് കാര്യം? പിന്നെ സുധി, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ അവരെന്തോ രഹസ്യം മറച്ചു വെക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അതൊക്കെ അമ്മ ചുമ്മാ പറഞ്ഞതാണ്, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സുധി വേഗം അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണേ. സുധി പോയി കഴിഞ്ഞതിന് ശേഷം ചന്ദ്രൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇനി ഒരുപക്ഷെ ഇവർക്കിടയിൽ എന്തെങ്കിലും രഹസ്യം ഉണ്ടാവോ എന്നുള്ള കാര്യമേ. തുടർന്ന് നമ്മുടെ ശ്രുതിയാണെങ്കിൽ റൂമിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് സുധി വന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ശ്രുതി എന്ന്. ഒന്നുമില്ല സുധി, നമ്മൾ വിൻ ചെയ്യണമായിരുന്നു. കാരണം സച്ചിയുടെയും രേവതിയുടെയും ഒക്കെ ആ ആഘോഷവും കാര്യങ്ങളെല്ലാം കണ്ടപ്പോഴേക്കും നമ്മൾ വിജയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കങ്ങ് മലമറിക്കായിരുന്നു എന്നുള്ള മട്ടിലാണ് ശ്രുതി. നീ ഇപ്പോഴും അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? അതൊക്കെ വിട്ടേക്ക്. ശ്രുതിക്ക് അതിൽ വിഷമമൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ആദ്യം വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരാരാണ് നമ്മൾ ബെസ്റ്റ് കപ്പിൾ അല്ല എന്നുള്ള കാര്യം പറയാന്? നമ്മൾ വിൻ ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബെസ്റ്റ് കപ്പിൾ അല്ലാതിരിക്കില്ലല്ലോ. ഇതുകൊണ്ടൊക്കെയാണ് ശ്രുതി ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കണ്ട എന്നുള്ള കാര്യം. പങ്കെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ആന്റിക്ക് മുമ്പിലെങ്കിലും നമ്മൾ ബെസ്റ്റ് കപ്പിളായിരുന്നു. ഇപ്പോൾ സച്ചിൻ രേവതിയും ജയിച്ചില്ലേ? അവരെന്തൊക്കെയോ ലൂസ് പോലെ എന്തൊക്കെയോ പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട് ജഡ്ജസ് ആണെന്നുണ്ടെങ്കിൽ മനസ്സലിച്ചിട്ട് അവർക്ക് ബെസ്റ്റ് കപ്പിൾ എന്നുള്ള അവാർഡ് കൊടുത്തു. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രണ്ടുപേരുമാണ് ബെസ്റ്റ് കപ്പിൾ. ഇത്രയൊക്കെ കേട്ടിട്ട് ശ്രുതിയുടെ മുഖത്ത് തെളിച്ചൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കൈയൊക്കെ പിടിച്ചിട്ട്, ശ്രുതി, എൻ്റെ ലൈഫിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് നീയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളാണ് ബെസ്റ്റ് കപ്പിള്. ഞാൻ മറ്റൊരു പെണ്ണിൻ്റെ കൂടെ ലിവിങ്ങിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു. അതറിഞ്ഞിട്ടും നീ എന്നെ തിരഞ്ഞെടുത്തു. ഞാൻ ചെയ്തിരിക്കുന്ന ചെറിയ ചെറിയ തെറ്റുകളെല്ലാം പുറത്ത് എന്നോടൊപ്പം നിൽക്കുകയും ഞാനിപ്പോൾ ബിസിനസ്മാൻ ആയിട്ട് ഇരിക്കുന്നതിനും കാരണം ശ്രുതിയാണ്. അത് ശ്രുതിയുടെ അച്ഛൻ്റെ പണം കൊണ്ട് സ്റ്റാർട്ട് ചെയ്തതല്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, എങ്കിലും നിന്റെ ടാലന്റ് കാരണമാണല്ലോ നമ്മൾ നീലിമയുടെ കയ്യിൽ നിന്നും ആ പണം പിടിച്ചു വാങ്ങിയത്. ഇല്ലെങ്കിൽ ആ പണവും കിട്ടില്ലായിരുന്നല്ലോ. ഇങ്ങനെ എൻ്റെ ലൈഫിൽ നടന്നിരിക്കുന്ന എല്ലാത്തിനും കാരണം നീയാണ്. അപ്പോൾ നീ ബെസ്റ്റ് വൈഫല്ലേ? ഞാൻ നിനക്ക് ബെസ്റ്റ് ഹസ്ബൻഡ് ആണോ എന്ന് തിരിച്ച് ശ്രുതിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ, ഇതിലെന്താ ശ്രുതി ഇത്ര ഡൗട്ട്? നീ തന്നെയാണ് ബെസ്റ്റ് ഹസ്ബൻഡ്. പിന്നെന്താണ്, നമ്മളാണ് ബെസ്റ്റ് കപ്പിള്. പക്ഷേ ഇപ്പോഴും എനിക്കൊരു സംശയമുണ്ട്. നമുക്കിടയിൽ പ്രശ്നമേ വരാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്തോ മറയ്ക്കുന്നുണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് ആ ജഡ്ജി പറഞ്ഞില്ലേ? ഞാനതിന് ഒന്നും മറച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഞാനെന്തെങ്കിലും മറയ്ക്കുന്നുണ്ടെന്നാണോ ശ്രുതി ചോദിക്കുന്നതെന്ന് ശ്രുതി തിരിച്ചു ചോദിക്കുകയാണേ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ചോദിച്ചതല്ല. ഞാൻ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്തിട്ട് നിന്നിൽ നിന്ന് മറച്ചു വെക്കാറുണ്ട്. പക്ഷെ നീ എന്നിൽ നിന്നൊന്നും മറയ്ക്കാറില്ലല്ലോ. ആ ജഡ്ജി പറഞ്ഞ വർത്താനം കേട്ടില്ലേ? ഒരുപക്ഷെ ആ പെണ്ണുങ്ങൾ അവരുടെ ഭർത്താവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമ്മൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മറയ്ക്കാറില്ല. നമ്മൾ ഓപ്പൺ ബുക്ക് പോലെയാണ്. നീ എൻ്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷമാണ് എൻ്റെ ലൈഫ് തന്നെ മാറിയത്. ശ്രുതി അങ്ങനെയൊക്കെ പറയുമ്പോഴും
ഒരു കുറ്റബോധം ശ്രുതിയുടെ മുഖത്തുണ്ടേ. നമ്മൾ ദൈവത്തിനടുത്ത് പോയിട്ട് വരങ്ങളൊക്കെ ചോദിക്കില്ലേ, എങ്കിലും ദൈവം നമുക്ക് അപ്പൊ തന്നെ തരുമോ? ഇല്ലല്ലോ. പക്ഷെ എൻ്റെ ലൈഫിൽ കിട്ടിയിരിക്കുന്ന എല്ലാ വരങ്ങൾക്കും കാരണം നീ ഒരാളാണ്. സോ നീയാണ് എൻ്റെ ബെസ്റ്റ് വൈഫ് എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയുകയാണേ. എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുവാണ് ശ്രുതി. അപ്പോഴും ശ്രുതിയുടെ മുഖത്ത് വലിയ തെളിച്ചൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞ് ശ്രീകാന്തിന്റെയും വർഷയുടെയും മുറിയിലാണ് കാണിക്കുന്നത്. രണ്ടുപേരും രണ്ട് വശത്തേക്ക് തിരിഞ്ഞു കിടക്കുകയാണ്. കിടക്കുന്നിടന്ന് പെട്ടെന്ന് തന്നെ വർഷ എഴുന്നേൽക്കുന്നുണ്ട്. ഇത് കണ്ട് ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോൺടെസ്റ്റിന് പോകേണ്ടതായിരുന്നു എന്ന് പറയുകയാണേ. എന്താ വിൻ ചെയ്യാൻ വേണ്ടി പറ്റാത്തത് കൊണ്ടാണെന്ന് വർഷ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നുമല്ല, ആവശ്യമില്ലാതെ മാറ്റി മാറ്റി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു. സച്ചേട്ടനും രേവതി ചേച്ചിയും എന്ത് സിമ്പിളായിരുന്നു, അതുകൊണ്ടാണ് അവർ വിൻ ചെയ്തത്. നമ്മൾ പോകാതിരിക്കുന്നതായിരുന്നു നല്ലതെന്നൊക്കെ ശ്രീകാന്ത് പറയുന്നത് കേൾക്കുമ്പോൾ ഇപ്പൊ പ്രശ്നം അതല്ല. പാർട്ട്ണറിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാതെ നീ നിന്റെ ഇഷ്ടത്തിന് ആൻസർ പറഞ്ഞതാണ് പ്രശ്നം. ഇതിലിപ്പോ ഡിസ്കസ് ചെയ്യുന്ന എന്തിരിക്കുന്നു? നമ്മൾ നല്ല കപ്പിൾസ് ആയിരുന്നെങ്കിൽ പറയാതെ തന്നെ എല്ലാത്തിനും മറുപടി പറയാൻ വേണ്ടി പറ്റുമായിരുന്നു. അപ്പം നമ്മൾ ബെസ്റ്റ് കപ്പിൾ അല്ലേ എന്ന് വർഷ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, അവിടെ ഉള്ളതിൽ നമ്മൾ ബെസ്റ്റ് കപ്പിൾ അല്ലായിരുന്നല്ലോ. അങ്ങനെയൊന്നുമില്ല, നമ്മൾ ഡിസ്കസ് ചെയ്യണമായിരുന്നു. നമ്മുടെ ഇടയിൽ തന്നെ ഓൾറെഡി നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ ശ്രീകാന്താണ് എല്ലാം മറന്നത്. നീ എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ടേ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, നമുക്ക് വാടക ഗർഭം നോക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഐഡിയയിലായിരുന്നു. പിന്നെ എന്തിനാണ് അവിടെ ചെന്നിട്ട് 3 കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞത്? നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് പറയാൻ വേണ്ടി പറ്റുമോ വർഷേ? അത് മാത്രമാണോ നമ്മൾ ബെസ്റ്റ് കപ്പിൾ ആവാൻ വേണ്ടിയിട്ട് വിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്നിട്ട് എന്താ, നമ്മൾ വിൻ ചെയ്തോ? ശ്രീകാന്ത് ഒരു കാര്യം പറഞ്ഞു, ഞാൻ വേറൊരു കാര്യം പറഞ്ഞു. നമ്മൾ രണ്ടുപേര് പറഞ്ഞ ആൻസറുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ഇതുപോലെ തന്നെയാണ് വർഷ നീ അവിടെയും ചെന്നിട്ട് വെറുതെ ആവശ്യമില്ലാതെ ദേഷ്യപ്പെട്ടത്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് വിൻ ചെയ്യാൻ വേണ്ടി പറ്റാതിരുന്നത്. അപ്പൊ ഞാൻ കാരണമാണ് ഈ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യാൻ വേണ്ടി പറ്റാതിരുന്നതെന്നല്ലേ ശ്രീകാന്ത് പറഞ്ഞു വരുന്നത്? അല്ല, നീ ദേഷ്യപ്പെട്ടില്ല എന്നുള്ള കാര്യമാണോ വർഷ നീ പറയുന്നത്? ദേഷ്യം വന്നു, നീ അവിടെ ചെന്നിട്ട് 3-4 കുഞ്ഞുങ്ങൾ വേണമെന്നുള്ള കാര്യം പറഞ്ഞില്ലേ? ഞാൻ 4 പറഞ്ഞിട്ടില്ല, 3 എന്നാണ് പറഞ്ഞത്. വാട്ട് എവർ ഇറ്റ് ഈസ്, നിനക്കതാ ഞാൻ ബേബിയെ പ്രസവിച്ച് തരുന്ന ഒരു മെഷീനായിട്ടാണ് തോന്നുന്നത്. ഒന്ന് തന്നെ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നീ 3-4 എന്നൊക്കെ പറയുന്നു. പക്ഷേ നീ ഒരിക്കലും സീരിയസ് ആയിട്ടാണ് ഈ കാര്യം പറയുന്നത് ഞാൻ ചിന്തിച്ചില്ല. അപ്പോൾ ഞാൻ പറയുന്നൊന്നും സീരിയസ് ആയിട്ട് എടുക്കാറില്ല അല്ലേ ശ്രീകാന്ത്? എന്തിനാ വർഷേ നീ എല്ലാം ഏടാകൂടമായിട്ട് ചിന്തിക്കുന്നത്? ശ്രീകാന്ത്, നിനക്ക് അതൊന്നും അത്ര വലിയ കാര്യമായിട്ട് തോന്നില്ല. കാരണം ഞാൻ ഒരു പെണ്ണല്ലേ, കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നീ കഴുത്തിൽ ഒരു ചരടും കെട്ടിയിട്ട് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. അപ്പോ നീ പറയുന്നതെല്ലാം ഞാൻ ചെയ്യണം എന്നുള്ള രീതിയിലാവൂലേ നീ നനച്ചോണ്ടിരിക്കുന്നത്? വർഷയുടെ സംസാരം കേൾക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, നീ വെറുതെ ആവശ്യമില്ലാതെ ഓവർ ഇമാജിനേഷൻ ചെയ്യാണ്. എന്തായാലും ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, 3 അല്ല, ഇനി നമുക്ക് കുഞ്ഞുങ്ങളെ വേണ്ട. ശ്രീകാന്ത് അങ്ങനെ പറഞ്ഞത് കേൾക്കുമ്പോഴേക്കും വർഷയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ നീ അങ്ങനെ പറയാ, എനിക്ക് കുഞ്ഞുങ്ങൾ വേണമെന്ന് പറയാണേ. അത് കേട്ട് ശ്രീകാന്ത് ഇങ്ങനെ ആശ്ചര്യത്തോടു കൂടി വർഷയെ നോക്കുവാണേ. ആ നോട്ടം കണ്ടിട്ട് എന്താന്ന് വർഷ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നുള്ള മട്ടിൽ തലയാട്ടിയിട്ട് കൈ കൂപ്പിയിട്ട് ഞാൻ കിടക്കുവന്ന് ആക്ഷൻ കാണിച്ചിട്ട് ആള് കിടന്നുറങ്ങുവാണേ. കാരണം വർഷയുടെ അടുത്ത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് വേറെ രീതിയിൽ മാത്രമാണല്ലോ തിരിച്ചിങ്ങോട്ട് പറയുന്നത്. അതുകൊണ്ട് വേഗം എസ്കേപ്പ് ആയതാണ് ആള്. തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ സച്ചിയും രേവതിയുമാണ്. സച്ചി ഇരുന്ന് പാട്ടിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രേവതി വന്ന് ആദ്യം വിളിക്കുമ്പോഴൊന്നും കേൾക്കുന്നില്ല, പിന്നെ ഇത് തട്ടി വിളിക്കുമ്പോഴാണ് കേൾക്കുന്നത്. എന്താ ഇത്രയും ആലോചനയിൽ എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്ന സമയത്ത് ഞാൻ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് ആ പാട്ടിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ പാട്ടിനകത്ത് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കണം, അല്ലാതെ നമുക്കൊരു നല്ല കാലം വരുന്ന സമയത്ത് നമ്മൾ മാത്രമേ നന്നാവാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ള രീതിയിൽ സുധിയെ പോലെ ഒന്നും ചിന്തിക്കരുതെന്നൊക്കെ പറയുകയാണേ. അപ്പോൾ ഈ പാട്ട് എഴുതിയിരിക്കുന്നത് നമുക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടാണോ എന്ന്, കാരണം അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് രേവതി ചോദിക്കുന്നത്. അതെ, അങ്ങനെ തന്നെ വെച്ചോ നീ എന്ന് പറഞ്ഞിട്ട് രേവതിയെ ചേർത്ത് പിടിക്കുമ്പോൾ സച്ചിയേട്ടാ ഇത് ഹോളാണെന്ന് പറയുന്നുണ്ട്. എന്ത് ചെയ്യാനാണ്, നമുക്ക് റൂമില്ലല്ലോ, രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റൂം ഇതാണല്ലോ എന്ന് പറയാണ്. റൂം ഇതാണെന്നുണ്ടെങ്കിലും ഇവിടെ കട്ടിലുണ്ടെങ്കിലും നമ്മളിപ്പോഴും പായ തന്നെയാണല്ലോ കിടക്കുന്നത്. നമുക്ക് ഉടനെ തന്നെ ഒരു ബെഡ് മേടിക്കണം എന്ന് പറയുമ്പോൾ വേണ്ട, അതൊന്നും വേണ്ട, അങ്ങനത്തെ അനാവശ്യ ചെലവുകളൊന്നും വേണ്ട, ആദ്യം നമുക്ക് റൂം കെട്ടണം, അതിനെക്കുറിച്ച് മാത്രം ഇപ്പൊ ചിന്തിച്ചാൽ മതി. അതും ശരി തന്നെയാണ്. പക്ഷെ രേവതി, എനിക്ക് അവനെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഭയങ്കര അത്ഭുതം തോന്നുന്നു പറയുകയാണേ. അതെന്താ സച്ചിയേട്ടാ, ആരെക്കുറിച്ചുള്ള കാര്യം പറയുന്നത്? വേറെ ആരെക്കുറിച്ച്? എന്നെ തന്നെയാണ്. ഈ സച്ചി ഇത്രയും മാറും എന്നുള്ള കാര്യം ഞാൻ പോലും സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. ഇതുപോലൊരു ലക്ഷ്യവും ഉത്തരവാദിത്വമൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നത് രേവതി വന്നതിന് ശേഷമാണ്. ഇല്ലെങ്കിലും സച്ചിയേട്ടന് അറിയില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും അറിയില്ലായിരുന്നു. ജീവിതത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അറിയാതെ പോയേനെ.
കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഞാൻ ജോളിയായിട്ട് ഫ്രണ്ട്സ് കാറ് എന്ന് വെച്ച് ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കും. ജോളിയായിട്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല, ഞാൻ ഇപ്പോഴും ജോലി തന്നെയാണ്, പക്ഷെ അത് വേറെ ജോലി. അറിയാം, എല്ലാ ദിവസവും കുടിച്ചിട്ട് കയറി വരാനല്ലേ. അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മനുഷ്യന് 1000 നല്ല കാര്യങ്ങളുണ്ടാവും, എന്നാൽ അതൊന്നും പറയാതെ എന്തെങ്കിലും ഒരു ചെറിയ ചീത്ത സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ. ഇനിയിപ്പോൾ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിണങ്ങിയിരിക്കുവാണേ. രേവതി, നീ പിണങ്ങല്ലേ എന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ പിടിക്കുവാണേ. വേണ്ട, നിങ്ങൾക്ക് അല്ലെങ്കിലും ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് ഇഷ്ടമല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം നിന്റെ അടുത്ത് ആരാ പറഞ്ഞത്? രേവതി, നീ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമല്ലേ എന്റെ ജീവിതം തന്നെ മാറിയത്. ഒരു പാട്ടുണ്ടല്ലോ, പൊന്മകൾ വന്താൽ, ആ പാട്ടൊക്കെ പാടുന്നുണ്ടേ. സച്ചേട്ട ഒന്ന് നിർത്ത്. എല്ലാവരും ഉണരും സച്ചേട്ടൻ്റെ പാട്ട് കേട്ടിട്ട്. എൻ്റെ ജീവിതത്തിൽ ഒറ്റ ദിവസം കൊണ്ട് 1,00,000 രൂപ കിട്ടിയത് ഇന്ന് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഞാൻ പാടുന്നു പറഞ്ഞിട്ട് ആൾ ഭയങ്കര പാട്ടാണേ. സച്ചേട്ടനൊന്ന് നിർത്തുന്നുണ്ടോ? അച്ഛൻ്റെ ഉറക്കം പോകുമെന്ന് പറയുമ്പോൾ അത് ശരിയാണ്, അച്ഛൻ ഉറങ്ങണം. സച്ചേട്ടൻ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് ചോദിക്കുമ്പോൾ രേവതി, നീ ശരിക്കും പറയാണോ? സച്ചി വേറെ മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. എന്നാ വാ എന്ന് പറഞ്ഞിട്ട് രേവതിയെ ബെഡിലേക്ക് അങ്ങ് കിടത്തുമ്പോഴേക്കും ഞാൻ അതല്ല പറഞ്ഞത്. നിങ്ങളിങ്ങനെ പാടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോൾ സംസാരിക്കുന്ന ചോദിച്ചത്. ശരി, നീ പറ. ഇപ്പൊ നമ്മൾ ജയിച്ച പണം വെച്ചിട്ട് എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? അതിനെക്കുറിച്ച് അച്ഛൻ പറഞ്ഞല്ലോ, നമുക്ക് റൂം കെട്ടാൻ വേണ്ടിയിട്ട് ആ പണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ആരംഭിക്കാം. അന്ന് ഒരു എഞ്ചിനീയർ വന്ന് നോക്കിയിട്ടില്ലായിരുന്നോ? അവരടുത്ത് വരാൻ വേണ്ടി പറഞ്ഞിട്ട് വർക്ക് ആരംഭിക്കാൻ വേണ്ടി പറയാം. ഇത് കേട്ട രേവതിയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ ഓണറില്ലേ, അവർക്ക് ഒരുപാട് മേസ്ത്രികളൊക്കെ അറിയാം. നമുക്ക് അവരെ ആരെങ്കിലും ഒരാളെ വെച്ചിട്ട് റൂം കെട്ടാൻ വേണ്ടിയിട്ട് ആരംഭിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഓൾറെഡി എഞ്ചിനീയർ വന്ന് നോക്കിയതല്ലേ. അതല്ല സച്ചേട്ടാ, എഞ്ചിനീയർ പറയുന്നതാണല്ലോ മേസ്ത്രി ചെയ്യുക. എഞ്ചിനീയർ ഒക്കെ ആകുമ്പോൾ ഒരുപാട് പണം കൊടുക്കണ്ടേ. ഒരു റൂം മാത്രമേ നമുക്ക് ഉണ്ടാക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് മേസ്ത്രിയുടെ അടുത്ത് പണം കൊടുത്തിട്ട് റൂമിന്റെ കാര്യങ്ങൾ ആരംഭിക്കാല്ലേ. നീ അങ്ങനെയാണല്ലേ പറഞ്ഞു വരുന്നത്. എന്തായാലും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. എന്തായാലും രേവതി, നീ ഭയങ്കര ബുദ്ധിശാലിയാന്നൊക്കെ പറയണേ. എന്തായാലും നമുക്ക് ഉടനെ തന്നെ റൂം ഉണ്ടാക്കാം. റൂം ഉണ്ടാക്കിയിട്ട് വേണം ഒരു ഫംഗ്ഷൻ വെക്കാനെന്ന് പറയുമ്പോൾ സച്ചേട്ടൻ നമ്മളൊരു റൂമല്ലേ കെട്ടുന്നത്, അല്ലാണ്ട് വീടല്ലല്ലോ. ഈ വീട് പോലെ തന്നെ നമ്മൾ പുതിയ റൂമിന് ഉദ്ഘാടനം ചെയ്യുന്നത് പോലെയൊക്കെ നമ്മൾ നടത്തും. അന്ന് മേളവും കോശമൊക്കെ വന്നില്ലേ, അതുപോലെ നമ്മൾ ആഘോഷിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ രേവതിയും ശരി എന്ന് സമ്മതത്തിന്റെ രീതിയിൽ പറയുകയാണേ. അങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കി അവസാനം രേവതിയുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ച് ഡാൻസൊക്കെ കളിക്കുവാണേ. അപ്പോഴാണ് ചന്ദ്ര റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണുന്നത്. ഇതേ അമ്മ വന്നു എന്ന് പറഞ്ഞ് കൈ പിടി സച്ചേട്ടാ എന്ന് പറഞ്ഞ് മാറ്റുന്നുണ്ട്. അവർ വന്നോട്ടെ, നിനക്ക് എന്താ, നമ്മൾ കളിക്കും എന്തായാലും, നീ വാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൈ പിടിക്കുന്നുണ്ട്. കുറച്ച് നേരമൊക്കെ കളിക്കുകയാണ്. പക്ഷെ രേവതിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അമ്മയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണേ. അവരുടെ കൂത്തൊക്കെ കണ്ടിട്ട് ചന്ദ്രമതി ആണെങ്കിൽ വെള്ളം എടുത്ത് പോകുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, നട്ടപ്പാതിയിലാണ് ഓട്ടോ ഒക്കെ എന്ന്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പകലിലാടിക്കോട്ടെ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. ദേഷ്യം പിടിച്ച് ചന്ദ്രയാണെങ്കിൽ കഥ കടച്ച് അങ്ങ് പോകുന്നുണ്ട്. സച്ചേട്ടനൊന്ന് നിർത്തുന്നുണ്ടോ? ഇതിനും കൂടി ചേർത്തിട്ട് വെറുതെ എന്നെ ചീത്ത വിളി കേൾപ്പിക്കാനാണോ? അല്ലെങ്കിലും ഇവിടെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. നമുക്ക് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാലോ, ഈ കട്ടിൽ മൊത്തത്തിൽ അങ്ങ് മൂടിയാലോ? അങ്ങനെയാകുമ്പോ ഒരു റൂം പോലെ ആവുമല്ലോ. സച്ചേട്ടന് മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതൊന്നും വേണ്ട, നമുക്ക് എന്തായാലും നാളെ തന്നെ മേസ്ത്രിയെ കണ്ടതിന് ശേഷം റൂം കെട്ടാനുള്ള പണി ആരംഭിക്കാം. ശരി, നമുക്ക് എന്തായാലും അത് ആരംഭിക്കാം എന്ന് പറയാണ്. തുടർന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ രേവതി പറഞ്ഞതുപോലെ സച്ചി മേസ്ത്രിയുമായിട്ട് വരുവാണേ. രേവതിയെ കണ്ട ഉടനെ തന്നെ അയാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളല്ലേ പൂവിന്റെ വ്യാപാരം ചെയ്യുന്നത് എന്നുള്ള കാര്യം. അതെ, ഞാൻ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, സച്ചി വരുന്ന സമയത്ത് മേടിച്ചു തന്നു. എവിടെയാണ് റൂം കെട്ടാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വരും, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയും കൂടി ചേർന്നിട്ടാണ് അയാളുടെ കൂടെ മേളിലേക്ക് പോകുന്നത്. ആരെയോ കൂട്ടിക്കൊണ്ടു വന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചന്ദ്രൻ അവരുടെ പുറകെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ അയാൾ ടെറസിൽ പോയിട്ട് ഓരോ റൂം കെട്ടുന്ന സ്ഥലവും അതുപോലെ ബാത്റൂമിന്റെ ഏരിയയും അതെല്ലാം കാണിച്ച് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെയ്യാമെന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയാണ്. റൂം കുറച്ച് വലുപ്പം വേണം. താഴെ ഒരു കട്ടിൽ കണ്ടില്ലേ, അതൊക്കെ ഇതിനകത്ത് കൊള്ളണം എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ചെയ്യാന്ന് പറയണേ. ഇതെല്ലാം ഒളിഞ്ഞു നിന്നിട്ട് നമ്മൾ ചന്ദ്ര കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, റൂം കെട്ടാൻ വേണ്ടിയിട്ട് മേസ്ത്രിയെ കൂട്ടിക്കൊണ്ടുവന്നാണല്ലോ, അത്രയ്ക്കൊക്കെ ആയോ എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ നിൽക്കുവാണേ. തുടർന്ന് മേസ്ത്രിയുടെ അടുത്ത് എത്രയാകും ഏകദേശം റൂം കെട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് സച്ചി ചോദിക്കുമ്പോൾ മൊത്തത്തിലൊരു 4,00,000 5,00,000 രൂപേൻ്റെ ഉള്ളിലായിട്ട് വരും എന്ന് പറയുന്നുണ്ട്. എന്തായാലും ചേട്ടാ, ഞങ്ങളുടെ കയ്യിൽ 1,00,000 രൂപയുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് പണി ആരംഭിക്കാം. അത് കഴിഞ്ഞ് ഘട്ടം ഘട്ടമായിട്ട് ഞങ്ങൾ കുറച്ച് പണം തരാമെന്ന് പറയുമ്പോൾ അത് പറ്റില്ല എന്ന് പറയുകയാണേ. ഇനിയിപ്പോൾ മഴക്കാലമാണ് വരാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫുൾ കംപ്ലീറ്റ് ചെയ്യണം കെട്ടിയിട്ട്, ഇല്ലെങ്കിൽ പണി പാതിയിൽ നിന്ന് പോകും. കയ്യിൽ പണമില്ലാതെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാതി വഴിയിലായിപ്പോൾ. ഇല്ല ചേട്ടാ, നമ്മൾ പണി ആരംഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പണം തരാമെന്നുള്ള കാര്യം പറയുകയാണേ. അറേഞ്ച് ചെയ്തിട്ട് ഇല്ല, അതുകൊണ്ടല്ല, നമുക്ക് എപ്പോഴാണ് എന്ത് പണമാണ് ആവശ്യം വരിക എന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറ്റില്ല. കയ്യിൽ പണം ചേർത്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റൂമിൻ്റെ പണി കഴിക്കാൻ വേണ്ടി പറ്റും. പാതി പണം വെച്ചിട്ട് തുടങ്ങിയിട്ട് പിന്നെ പണം ഇല്ലാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ
വർക്കും പാതിയിൽ നിൽക്കുമല്ലോ. അതുമാത്രമല്ല മഴക്കാലമാണ് വരുന്നത്. അപ്പോൾ അത്രയും കെട്ടിയത് വെറുതെ വേസ്റ്റ് ആകും. നിങ്ങൾക്ക് വെറുതെ ഇരട്ടി ചിലവും ആവും. അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നതെന്നൊക്കെ കേൾക്കുമ്പോൾ സച്ചിക്ക് ചെറുതായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ മേസ്തിരി പറയുന്നുണ്ട്, ഒരു 4 ലക്ഷം നിങ്ങൾ അറേഞ്ച് ചെയ്തോളൂ, ബാക്കി കുറച്ച് 10-25,000 രൂപ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ വരും, അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റായിട്ടൊന്നും എടുക്കണ്ട, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് മനസ്സിലാകും. എന്തായാലും ശരി, പണം റെഡി ആയതിനു ശേഷം ചേട്ടനെ വിളിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മേസ്തിരി അവിടുന്ന് പോവുകയാണേ. മേസ്തിരി അങ്ങ് പോകുന്ന സമയത്ത് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്ര അവിടെ നിന്നിട്ട് ഇതെല്ലാം കേൾക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. വിവരം അറിയാൻ വേണ്ടിയിട്ട് വന്നു നിന്നുള്ള കാര്യം സച്ചിക്ക് ഓൾറെഡി മനസ്സിലായി. പക്ഷേ രേവതി ഇത് കാണുന്നില്ല കേട്ടോ. അല്ല സച്ചിയേട്ടാ, 4 ലക്ഷം ആവുന്നല്ലേ അവര് പറഞ്ഞത്? പിന്നെ അല്ലാതെ എന്തായാലും ചെലവൊക്കെ കൂടി വരികയല്ലേ. അത് മാത്രമല്ല എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ ആവുന്നല്ലേ പറഞ്ഞത്, ഇയാൾ 4 ലക്ഷം അല്ലേ പറഞ്ഞുള്ളൂ. ഇപ്പൊ 4 ലക്ഷം രൂപ സച്ചിയേട്ടാ നമ്മൾ എങ്ങനെയാ ഏർപ്പാടാക്കുക? അതൊക്കെ നമുക്ക് റെഡിയാക്കാൻ രേവതി. എങ്ങനെയെന്ന് രേവതി ചോദിക്കുമ്പോ നമുക്ക് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അമ്മയുടെ സ്വർണ്ണം ഉണ്ടല്ലോ കയ്യില്, അത് മേടിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് പണയം വെക്കാം. ഇത് കേട്ട ചന്ദ്രമതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവാണ് കേട്ടോ. അയ്യോ എന്റെ സ്വർണം, അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. സച്ചിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രയ്ക്ക് ചെറിയൊരു നൈസായിട്ട് പണി കൊടുത്തതാ, കാരണം വന്ന് കേട്ട് നിന്നതാണല്ലോ. അതിന് ചെറുതായിട്ടൊരു ഡോസ് കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ചച്ചിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നുണ്ട്.